പറയാനുള്ള ഞാൻ 2023 ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അതെൻ്റെ IELTS എക്സാമിന് വേണ്ടിയായിരുന്നു. ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് അവിടെ ഒരു ചേച്ചിയും ചേട്ടനുമാണ് കൃപാസനത്തിലെ കാര്യം പറഞ്ഞറിഞ്ഞ് ഞാനിവിടെ വരുന്നത്. അതിന് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു, എനിക്ക് എക്സാം പാസ്സാവാൻ പറ്റും. ഭയങ്കര അഹങ്കാരം എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. കാരണം മാതാവിനെ വിശ്വസിക്കുന്നതിനേക്കാളും കൂടുതൽ ഞാൻ എന്നെയായിരുന്നു വിശ്വസിച്ചത്. എനിക്ക് ഇന്ന സബ്ജക്റ്റിന് മാർക്ക് കിട്ടും അങ്ങനെയൊക്കെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പോൾ റിസൾട്ട് വന്ന ശേഷം എനിക്ക് UK സ്കോറാണ് കിട്ടിയത്. പക്ഷേ എനിക്ക് ഓസ്ട്രേലിയൻ സ്കോറായിരുന്നു വേണ്ടത്. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. അതിന് ശേഷം ഞാൻ മെല്ലെ മെല്ലെ ഉടമ്പടിയിൽ നിന്ന് മാറി തുടങ്ങി. എനിക്ക് വിശ്വാസമൊക്കെ കുറഞ്ഞു തുടങ്ങി. പക്ഷെ അവിടെ ഉള്ളവരെല്ലാവരും എന്നോട് പറഞ്ഞായിരുന്നു, ഇങ്ങനെ പരീക്ഷണങ്ങൾ വരും, നീ വിട്ടു കൊടുക്കരുതെന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ ഞാൻ അതൊന്നും മനസ്സിൽ വെച്ചില്ല. അത് കഴിഞ്ഞ് ഒരു 6 മാസത്തോളം ഞാൻ ഈ ഉടമ്പടിയിൽ നിന്ന് വിട്ടു നിന്ന്. പിന്നെ അതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ PT പ്രിപ്പയർ ചെയ്യേണ്ടായിരുന്നു. അതിന് കുറേ സ്ട്രഗിൾ ഉണ്ടായിരുന്നു. കാരണം ക്ലാസ്സിന് ചേരണം. അതിൽ ഞാൻ മാതാവിൻ്റെ കാശുരൂപം പിടിച്ചിട്ടാണ് എല്ലാ എക്സാം അറ്റൻഡ് ചെയ്യാൻ പോണത്. അപ്പം എൻ്റെ വീട്ടിൽ മാതാവിൻ്റെ രൂപമുണ്ട്. അന്ന് ഞാൻ അറ്റൻഡ് ചെയ്യാൻ പോകാൻ നേരത്ത് ഞാൻ മാതാവിനോട് പറഞ്ഞു, എന്നെ ഒന്ന് ജയിപ്പിക്കണേ എന്ന് ഞാൻ പറഞ്ഞു. അന്ന് PT അറ്റൻഡ് ചെയ്യാൻ പോയപ്പോൾ ഞാൻ ജയിച്ചു. എനിക്ക് ഓസ്ട്രേലിയൻ സ്കോർ കിട്ടി. പക്ഷേ അപ്പോഴും ഞാൻ ഉടമ്പടിയിൽ നിൽക്കാത്തതുകൊണ്ട് എനിക്ക് അവിടെയും വിസയുടെ കാര്യത്തിൽ തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് കുറച്ച് ഗ്യാപ്പ് ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ കൺട്രി ചേഞ്ച് ചെയ്തു. പിന്നെ കാനഡയിലേക്ക് നോക്കാമെന്ന് ഓർത്തു. കാനഡയിലേക്ക് നോക്കാൻ പോകുമ്പോൾ വീണ്ടും എനിക്ക് ഇച്ചിരിയോടെ സ്കോർ കൂടണം. അത് ഞാൻ പിന്നെ പോയി അറ്റൻഡ് ചെയ്തു. മാതാവിൻ്റെ കാശുരൂപം പിടിച്ച് പോയി അറ്റൻഡ് ചെയ്തു. ഉപ്പും വെതറുമായിരുന്നു ഇരിക്കുന്ന സ്ഥലത്ത്. അങ്ങനെ എനിക്ക് സ്കോറ് കിട്ടി. പിന്നെ നമ്മൾ ലോണിൻ്റെ പ്രോസസ്സിന് ഇറങ്ങി. ലോണിൻ്റെ പ്രോസസ്സിന് ഇറങ്ങിയപ്പോൾ ഏത് ബാങ്കിൽ പോയാലും ആരും ലോൺ തരില്ല, എവിടെ പോയാലും ലോൺ തരില്ല. അപ്പോൾ എൻ്റെ അത്തച്ചിയുടെ ഫ്രണ്ട് പറഞ്ഞു, നിങ്ങൾ കൃപാസനത്തിൽ ഇപ്പോൾ ഉടമ്പടി എടുക്കുന്നു. അപ്പോൾ ഞാൻ ഓൾറെഡി ഉടമ്പടി എടുത്തിരിക്കുന്ന ആളാണ്. ഞാനിതിന്ന് ഡിസ്റ്റൻസ് വന്നു. അപ്പോൾ ഞാൻ വീണ്ടും വന്ന് ഇവിടെ പുതുക്കിയ ശേഷം ഞാൻ കാശുരൂപം ഉപ്പും പിടിച്ചുകൊണ്ട് ഞാൻ ബാങ്കിലോട്ട് പോയി. അവിടെ എനിക്ക് ലോൺ തരാമെന്ന് പറഞ്ഞു. എനിക്ക് ലോൺ കിട്ടി. പക്ഷെ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു 7 ലക്ഷം രൂപ എടുക്കണമായിരുന്നു. അപ്പം 20 വർഷമായിട്ട് എൻ്റെ അമ്മക്ക് കുടുംബത്തിൽ നിന്ന് സ്വത്ത് കിട്ടാത്തത് ഉണ്ടായിരുന്നു. അത് ഞാൻ ഉടമ്പടി പുതുക്കിയ ശേഷം കറക്റ്റ് സമയത്ത് ഞങ്ങൾക്ക് അവരെഴുതി തന്നു. ഒരിക്കലും തരാത്തവരാണ്. ആ സ്ഥലം എനിക്ക് എനിക്ക് വിസയ്ക്ക് വെക്കണ കുറച്ച് ടൈമിനുള്ളിലാണ് എനിക്ക് ആ സ്ഥലം കിട്ടിയത്. അപ്പോൾ ആ സ്ഥലം വിൽക്കാനാണെങ്കിൽ കുറച്ച് ദിവസമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇവിടുത്തെ കൃപാസനത്തിലെ മണ്ണ് കൊണ്ടുപോയി ഞാൻ അവിടെ വെതറിയിട്ടു. അതിൻ്റെ പിറ്റേ ദിവസം തന്നെ എനിക്ക് സെയിലായി, പൈസയും കിട്ടി. എന്നാലും കുറച്ച് രൂപയുടെ കുറവുണ്ടായിരുന്നു. അപ്പം ഞാൻ കാശ് രൂപ എടുത്ത് മുറുക്കി പിടിച്ച് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് ബൈബിളും വായിച്ചിട്ട് ഞാൻ അത്തച്ചിട്ട് പറഞ്ഞു, ഇന്നൊരു ഫ്രണ്ടിനെ വിളിക്കുക, നമുക്ക് കിട്ടും ഞാൻ പറഞ്ഞു. അപ്പം അത്ത പറഞ്ഞു, ഇല്ല തരില്ല, അവർ അങ്ങനെ തരില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കിട്ടും, ഒന്ന് വിളിക്കുക എന്ന് വിളിച്ചപ്പോൾ 2 ലക്ഷം രൂപ അവർ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാം കൂടെ കസിൻസ് ഹെൽപ്പ് ചെയ്ത് അങ്ങനെ 7 ലക്ഷം രൂപ ഞങ്ങൾ ഒപ്പിച്ചു. ഞങ്ങളുടെ കയ്യിൽ നിന്ന് 10,000 രൂപ പോലും എടുക്കാൻ പറ്റില്ല. എന്നിട്ട് ഇവർ മാതാവ് കാരണമാണ് എനിക്ക് ഇത്രയും കിട്ടിയത്. അത് കഴിഞ്ഞ് വിസയ്ക്ക് വെച്ചപ്പോൾ ഞാൻ ജാനുവരി ഇൻടേക്കിനായിരുന്നു വെച്ചത്. പക്ഷേ ജാനുവരി ഇൻടേക്കിന് എനിക്ക് കിട്ടിയില്ല. കാരണം ഞാൻ ആദ്യം ഉടമ്പടിയിൽ നിന്ന് മാറി നിന്നുകൊണ്ട് മാതാവ് നോക്കിയതാണ് ഞാൻ ഈ ഉടമ്പടിയിൽ നിന്ന് മാറുമില്ലേന്ന്. പക്ഷേ എത്രത്തോളം കഷ്ടപ്പെട്ട് കടന്നിട്ട് എനിക്ക് ലോൺ കിട്ടിയത് മാതാവിൻ്റെ ഉടമ്പടി പുതുക്കിയിട്ടാണ്. എനിക്ക് നന്നായിട്ടറിയാം. പലതവണ മെഴുകുതിരിയിലും എനിക്ക് മണമായിട്ടും മാതാവിൻ്റെ പ്രസൻസ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് വന്നാലും ഞാൻ ആ ഉടമ്പടിയിൽ നിന്ന് മാറില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് സ്വപ്നത്തിൽ പോലും ഞാനാണെങ്കിൽ എനിക്ക് വിസ വരണത് കണ്ടു. ആ വിസ വരണേൻ്റെ കണ്ടിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് വിസ വന്നു എന്ന് പറഞ്ഞ് എൻ്റെ ഏജൻസി വിളിച്ചു. എനിക്ക് മെയ് ഇൻടേക്കിലേക്ക് എനിക്ക് കാനഡയ്ക്ക് പോകാനുള്ള വിസ കിട്ടിയേക്കുമായിരുന്നു. പിന്നെ ടിക്കറ്റ് എടുക്കാനും പൈസയിൽ തടസ്സം ഉണ്ടായിരുന്നു. അതുപോലും ഞാൻ മാതാവിനോട് പറഞ്ഞു, ഇത്രയും ചെയ്തു തന്ന എൻ്റെ മാതാവാ, ഇനി അങ്ങോട്ട് എനിക്ക് കാണുമെന്ന് ഉറപ്പാന്ന് പറഞ്ഞു. എൻ്റെ അത്ത ഓട്ടോ വിൽക്കാൻ പോയ അന്ന് ഞാൻ ചോദിച്ചു, മാതാവേ ഓട്ടോ വിൽക്കണ അത്ര ആക്കിയോന്ന് ചോദിച്ചു. അന്ന് വിൽക്കാൻ പേപ്പർ കൊടുക്കണേൻ്റെ ആ നിമിഷം ബജാജിൽ നിന്ന് വിളിച്ചു, നിങ്ങൾക്ക് 70,000 രൂപ ലോൺ സാങ്ഷൻ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. ബാക്കി ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഒപ്പിച്ച് ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തു. ഞാൻ 20-ാം തീയതി കാനഡയ്ക്ക് പോവാ. കുറേ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. മാതാവ് കാരണം മാത്രമാണ് എനിക്ക് പോകാൻ പറ്റണേ. എന്തോരം നന്ദി പറഞ്ഞാലും തീരില്ല. എനിക്ക് തൈറോയ്ഡ് ഇതിൻ്റെ ഇടയിലുണ്ടായിരുന്നു.
ഈ തൈറോയ്ഡ് മാറിയത് ഞാൻ മാതാവിൻ്റെ തൈലം എന്നും കഴുത്തി പുരട്ടുമായിരുന്നു. മെഡിസിനൊന്നും ഞാൻ പ്രോപ്പറായിട്ട് കഴിച്ചിട്ടില്ല. എന്നിട്ട് ഞാൻ പോയി ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് തൈറോയ്ഡ് ഇല്ലയെന്നായി. തൈറോയ്ഡ് അങ്ങനെ പെട്ടെന്ന് മാറണതല്ല, നമ്മൾ ലൈഫ് ലോങ് മെഡിസിൻ എടുക്കേണ്ടതാണ്. മാതാവിൻ്റെ തൈലം കൊണ്ട് മാത്രമാണ് എനിക്ക് തൈറോയ്ഡ് മാറി കിട്ടിയത്. ഇങ്ങനെ ചെറുതായിട്ട് വലുതായിട്ട് കുറേ അനുഗ്രഹങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ പത്രം കൊടുക്കുമായിരുന്നു. അത് ക്രിസ്ത്യൻസിനും നോൺ ക്രിസ്ത്യൻസിനും ഞാൻ കൊടുക്കുമായിരുന്നു. അതുപോലെ പറ്റുന്ന പോലെ ഞങ്ങളുടെ സാമ്പത്തികം പോലെ എല്ലാ ശനിയാഴ്ചകളിലും പറ്റുന്ന പോലെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി പൊതിച്ചോറ് പാവങ്ങൾക്ക് കൊടുക്കും. അനാഥാലയത്തിൽ പോയി ഡ്രസ്സും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത്രയും ചെയ്ത് തന്നെ എൻ്റെ അമ്മ മാതാവിനും കർത്താവിനും കോടാനുകോടി നന്ദി. ഇനി എനിക്കിവിടെ സാക്ഷ്യം പറയാൻ മാതാവ് അവസരം തരുമെന്ന് എനിക്കറിയാം. എത്ര നന്ദി പറഞ്ഞാലും മാറൂല. എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളൂ, എത്ര പരീക്ഷണങ്ങൾ വന്നാലും ഈ മാതാവിനെ വിടരുത്. ഇതിൻ്റെ അത്ര നല്ലൊരു അമ്മ, നമുക്ക് സഹായിച്ചു തരണ അമ്മ ഈ ലോകത്ത് വേറെ എവിടെയും കിട്ടില്ല. എൻ്റെ അനുഭവം ഇത്. സങ്കീർത്തനങ്ങൾ 115 12 തിരുവചനം